Hi friends, welcome to this new video. So, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എമ്മയുടെ പോർട്ടബിൾ ആയിട്ടുള്ള എയർ കംപ്രസറിനെ കുറിച്ച് പറയാനാണ്. സോ അപ്പോൾ നമ്മുടെ കാറിലും ബൈക്കിലും സൈക്കിളിലും ഫുട്ബോളിലും എല്ലാത്തിലും നമുക്ക് എയർ അടിക്കാൻ വേണ്ടി വളരെ എളുപ്പത്തിൽ പോർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു എയർ കംപ്രസറാണ് എമ്മ ഉണ്ടാക്കിയിരിക്കുന്ന ഈ MI പോർട്ടബിൾ എയർ കംപ്രസർ. സോ നമുക്കിതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. സോ അപ്പോൾ അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കാണാം, നമുക്കിതിനകത്ത് ഒരു ഡിസ്പ്ലേ വിൻഡോ ഉണ്ട്, അതേപോലെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ബട്ടൺസ് ഉണ്ട് നമുക്കിതിനകത്ത്, അതേപോലെ സെൻറ്ററിലും ഒരു ബട്ടൺ ഉണ്ട്. പിന്നെ ടോപ്പിലൊരു യു ഷേപ്പ് ലോക്ക് പോലെ കാണുന്നുണ്ട്, അതാണ് നമ്മുടെ എയർ പുറത്തേക്ക് വരുന്ന പൈപ്പ്. സോ അപ്പോൾ ഈ ബട്ടൺസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഇതിനകത്ത് പ്ലസ് മൈനസ് ദെൻ ടോർച്ചിൻ്റെ സിമ്പിളുണ്ട്, അതേപോലെ തന്നെ ഒരു സിങ്ക് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സിമ്പിളും ഇതിനകത്ത് അവൈലബിൾ ആണ് ബട്ടൺസ് ആയിട്ട്. അതേപോലെ തന്നെ സെൻറ്ററിലും ഒരു ബട്ടൺ ഉണ്ട്, അതാണ് നമ്മുടെ ഓൺ ബട്ടൺ ആൻഡ് ഓഫ് ബട്ടൺ ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. സോ അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേ അവൈലബിൾ ആണ്, അപ്പോൾ ടയർ പ്രഷർ മോണിറ്റർ ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇത്. നെക്സ്റ്റ് പോയിന്റ് ഓട്ടോ ഫിൽ ടു പ്രീസെറ്റ് പ്രഷർ ആൻഡ് സ്റ്റോപ്പ്, അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇപ്പോൾ സപ്പോസ് നമുക്കിപ്പോൾ 35 എന്നുള്ള PSI ആണ് വേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളിത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ 0 എന്നാണ് ബിൽഡ് ചെയ്യുകയാണെന്ന് വെച്ചാൽ 0, 2, 1, 2, 3, 4, 5 ഓട്ടോമാറ്റിക്കലി അത് 35 വരെ പോവുകയും എന്നിട്ട് 35 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ദെൻ ഇറ്റ് ഈസ് വെരി സ്മോൾ ആൻഡ് പോർട്ടബിൾ, വളരെ ചെറുതാണ്, നമുക്ക് ഹാൻഡിയാണ്, കയ്യിൽ പിടിച്ചടക്കാവുന്നതാണ്. സോ അപ്പോൾ ഇത് നമുക്ക് മൾട്ടി പർപ്പസ് യൂസുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് സൈക്കിളിൽ എയർ അടിക്കാൻ ഉപയോഗിക്കാം, ദെൻ നമുക്കിത് കാറിൽ എയർ അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം, ഈവൻ ബൈക്സിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ 3-4 മോഡുകൾ ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതായത് സൈക്കിൾ, മോട്ടോർ ബൈക്ക്, കാറ്, പിന്നെ ഫുട്ബോൾ, ബോൾസ്, അങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ ഓരോന്നിലും അവർ ഒരു ആവറേജ് വാല്യൂ എന്തോ ഇൻബിൽറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ബാറിലാവാം, ചിലപ്പോൾ PSIയിലാവാം. അപ്പോൾ ആ കറസ്പോണ്ടിങ് മോഡുകൾ ഇട്ടതിന് ശേഷം നമ്മൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നതനുസരിച്ച് ആ വാല്യൂസ് മാറുന്നതായിരിക്കും. സോ അപ്പോൾ കാർ ടയർ ആണെങ്കിൽ നമുക്ക് ഒരു 5 കാർ ടയർ വരെ ഒരുമിച്ച് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് 1 ഫുൾ ചാർജിൽ. പിന്നെ ഇവിടെ സമയം പറഞ്ഞേക്കുന്നത് 6 മിനിറ്റാണ്. പക്ഷേ ഒരു ടയർ ഫില്ല് ചെയ്യാൻ തന്നെ കാറിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 12-15 മിനിറ്റിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതായത് ഫുൾ നമ്മൾ എംറ്റി ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 മിനിറ്റോ 14 മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് ബൈസിക്കിളിനെ കുറിച്ചും MI പറഞ്ഞേക്കുന്നത് 8 ബൈസിക്കിൾ ടയർ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത് ഒരു ഫുൾ ചാർജിൽ. ഇവർ പറയുന്നത് 3 മിനിറ്റ് മതി എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ചില സമയത്ത് അത് പക്ഷേ ഒരു 6 മിനിറ്റ് വരെ എടുക്കുന്നുണ്ട് ഒരു ടയർ ഫില്ല് ചെയ്യാൻ തന്നെ. അപ്പോൾ അതനുസരിച്ച് 8 ടയർ എന്നുള്ളതും ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ വരാം. ചിലപ്പോൾ നമുക്കൊരു 5-6 ടയേഴ്സൊക്കെയാണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. കാരണം 3 മിനിറ്റിന് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് നമ്മൾ സൈക്കിൾ ടയർ പറഞ്ഞാൽ നമ്മൾ 0 ഫില്ല് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ. പിന്നെ ഫുട്ബോൾ, വോളിബോൾ അങ്ങനത്തെ ഐറ്റംസ് നമുക്കിത് വെച്ച് ഫില്ല് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു നോസിലും അവർ തരുന്നുണ്ട് നമുക്ക് ഈ ബോൾ അങ്ങനത്തെ ഐറ്റംസിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഒപ്പം തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഇത് ഏകദേശം 1 മിനിറ്റ് 1.5 മിനിറ്റിലൊക്കെ തന്നെ നമുക്കിത് ഫില്ലാവുന്നതാണ് 0 തന്നെ. പറഞ്ഞേക്കുന്നത് ഒരു 40ഓളം ബോളുകൾ വരെ നമുക്ക് ഒറ്റ ഫുൾ ചാർജിൽ ഇത് ചെയ്യാൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞേക്കുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള പോർഷൻസാണ് ഈ കാണിച്ചേക്കണത്, അതിൻ്റെ എയർ പമ്പും കാര്യങ്ങളും അതേപോലെ ബാറ്ററി കാര്യങ്ങൾ, ഇത്രയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ മെയിൻലി. സോ ബിൽറ്റ് ഇൻ ടോർച്ചിനെ കുറിച്ചാണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ബിൽറ്റ് ഇൻ ടോർച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര വെളിച്ചമാണ് ഇവിടെ കാണിക്കുന്നത്, പക്ഷേ അത്രയ്ക്ക് അധികം വെളിച്ചം ഉണ്ടാവില്ല. ഈ ബോട്ടത്തിൽ കൊടുത്തേക്കുന്നത് നമ്മുടെ LED ലൈറ്റ് ഒരു ഇൻഡിക്കേഷനാണ്, അതിൻ്റെ ചാർജിങ്ങും അതിൻ്റെ ചാർജ് എത്ര ഉണ്ടെന്നുള്ള ഒരു ഇൻഡിക്കേഷനാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ടോർച്ച് തന്നേക്കുന്നത് ഈ ഒരു ഭാഗത്താണ്, ഈ ഭാഗത്താണ് കുറച്ചുകൂടി വെളിച്ചമുള്ളത്. പക്ഷേ ഇത്രയ്ക്കാണ്ട് വെളിച്ചം ഉണ്ടാവില്ല, എന്നാലും നമുക്ക് അത്യാവശ്യത്തിന് നമുക്ക് ചാർജിങ് പർപ്പസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള വെളിച്ചം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഇവിടെ കാറിൻ്റെ ഷേപ്പാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കാറിലേക്കാണ് അത് കണക്ട് ചെയ്തേക്കുന്നത്, ബാറിലാണ് ഈ കൊടുത്തേക്കുന്നത്. പിന്നെ ചാർജിങ് ഒരു കാര്യം ഇതിനകത്തുള്ളത് യൂണിവേഴ്സൽ ആയിട്ടുള്ള മൈക്രോ USB ചാർജറാണ് ഇതിനകത്ത് തന്നേക്കുന്നത്. അപ്പോൾ ആ ചാർജിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ആ ചാർജിങ്ങിൻ്റെ ഒരു ലൈറ്റും കാണാം, ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട് ഇതിനകത്ത്. ഇത് ഓൺ ആണോ ഓഫ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്കൊരു ഇൻഡിക്കേഷൻ ലൈറ്റും അവൈലബിൾ ആണ്. സോ അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുകൾ ഇവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞേക്കണത്. പ്രഷർ, ഇലക്ട്രിക്കൽ, അതുപോലെ പ്രഷർ പ്രൊട്ടക്ഷൻ, ഹൈ ലോ ടെമ്പറേച്ചർ, ചാർജിങ് ടെസ്റ്റഡ്, അതായത് ഇത് ചൂടാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊരു കാറിൻ്റെ ഇതൊക്കെ നമ്മളൊരു പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഞാൻ പറഞ്ഞിരുന്ന ഒരു 15 മിനിറ്റിൻ്റെ അടുത്തൊക്കെ റൺ ചെയ്യും. അപ്പോൾ അധികം ചൂടൊന്നും ആവണില്ല പുറത്തേക്ക്, നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് അധികം ചൂടൊന്നും ആവണില്ല. നെക്സ്റ്റ് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റ് കൊടുത്തിട്ട് ഏകദേശം ഒരു 547 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്, ഗ്രോസ് വെയിറ്റ്. നെറ്റ് വെയിറ്റ് 450 അടുത്താണ് വരുന്നുണ്ട്. നല്ല കട്ടി കൂടിയ പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്.
ദെൻ ഇതിൻ്റെ കളറ് ബ്ലാക്കിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ പ്രഷർ റേഞ്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 145 PSI വരെ ഇതിനകത്ത് കൊടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. 145 PSI വരെ. സോ അപ്പോൾ അത്യാവശ്യത്തിന് വലിയൊരു പ്രഷർ റേഞ്ചാണ്. നമുക്ക് കാറിലേക്കൊക്കെ ആണെങ്കിൽ ഏകദേശം 34-36 ആ റേഞ്ചിൻ്റെയൊക്കെയാണ് ആവശ്യമുള്ളത്. ഡിപ്പെൻഡ് ചെയ്യും, കാർ പല വണ്ടികളനുസരിച്ച് ഡിപ്പെൻഡ് ചെയ്യും. അത് ചിലതിൽ 40 വേണം, ചിലതിൽ 35 വേണം. ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൾ വെയിറ്റ്, കാർ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ബാറ്ററി ബാക്കപ്പ് ഇതിനകത്തുള്ളത് 2000 mAh ബാറ്ററിയാണുള്ളത്. സൗണ്ട് 80 dBക്ക് താഴെയാണെന്ന് പറയുന്നത്. 1 മീറ്റർ അകലെന്ന് നോക്കുകയാണ്. പിന്നെ മൈക്രോ USB ചാർജിങ് ടൈപ്പാണ്. 10 watts ആണ്. അതുപോലെ ചാർജിങ് ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. 3 മണിക്കൂർ നമ്മൾ ചാർജ് ചെയ്യേണ്ടി വരും, എന്നാലും നമുക്കിത് ഫുൾ ചാർജ് ആവുള്ളൂ. പിന്നെ സെൻസർ ആക്യുറസി പറയുന്നത് +2 PSI. അപ്പോൾ 2 PSI ഇപ്പോൾ 34 വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 36 ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ 32 ആവാം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. സോ അപ്പോൾ സെൻസർ ആക്യുറസി വരെ അവർ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. നെക്സ്റ്റ്, ഇൻസൈഡ് ദ ബോക്സ് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്. അതായത് എയർ കംപ്രസർ ഉണ്ട്, അതേപോലെ ഫ്രണ്ട് സ്റ്റൈൽ റിമൂവബിൾ മൂത്ത്, അതായത് ഇതിൻ്റെ ഫ്രണ്ടിൽ കണക്ട് ചെയ്യുന്ന ഒരു പോർഷൻ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ബോളുകളിലും ചെറിയ ഫുട്ബോൾ, വോളിബോൾ ഇതിനകത്തൊക്കെ നമുക്ക് എയർ അറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എയർ നീഡിലും ഇതിൻ്റെ ഒപ്പം അവൈലബിൾ ആണ്. ദെൻ ചാർജിങ് കേബിൾ, പിന്നെ ഇത് നമുക്ക് ഹെൽപ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്റ്റോറേജ് ബാഗ് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ യൂസർ ഗൈഡ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. അതായത് നമ്മൾ ഈ ഒരു ഭാഗം നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഓൺ ആയിരിക്കുന്നതായിരിക്കും ഇവിടെ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മോഡിലിടുക. ഇപ്പോൾ നമുക്ക് ബൈക്കിലാണെങ്കിൽ ബൈക്കിൻ്റെ മോഡിടുക. അതായത് ഇവിടെ ഈ ഒരു സിമ്പിൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബൈസിക്കിൾ മോഡ്, ബൈക്ക് മോഡ്, ദെൻ കാർ മോഡ്, ബോൾ മോഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസൊക്കെ വരുന്നതായിരിക്കും. പിന്നെ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്, പ്ലസ് മൈനസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും. ദെൻ അതിനുശേഷം നമ്മളിത് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഈ സെൻറ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റാർട്ട് ചെയ്യും. ദെൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നിങ്ങൾ 2.6 ആണ് സെറ്റ് ചെയ്തത് എങ്കിൽ 2.6 ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ പ്രൈസ് എന്താ നോക്കാം. സോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 2500 രൂപയാണ് നമ്മുടെ എമ്മയുടെ സൈറ്റിൽ നിന്ന് നമ്മളിത് വാങ്ങിക്കുകയാണെങ്കിൽ. ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു പോർട്ടബിളായിട്ടുള്ള ഒരു എയർ കംപ്രസറാണ് ഈ അവൈലബിൾ ആയിട്ടുള്ളത്. വെറും 2500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എമ്മയുടെ പോർട്ടബിൾ എയർ കംപ്രസറിനെ കുറിച്ച് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ ഇതേപോലെ പുതിയ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ.